ആ ഓക്കെ എന്താ കാണണ്ടേ? ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നും ഒരു സാറ്റർഡേ ആണ്. അപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നടക്കോ ഇല്ല എന്നുള്ളതൊക്കെ പോണ വഴിക്ക് കാണാം. ഫസ്റ്റ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. എണീറ്റിട്ടുള്ളൂ ഇപ്പോൾ ഒരു 8:45 കഴിഞ്ഞ്. പിന്നെ സാറ്റർഡേ ആയതുകൊണ്ട് വേറെ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ ഉരുളക്കിഴങ്ങ് കറി ഇന്നലെ ഉണ്ടാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കറി സെറ്റ് ചെയ്യേണ്ട പണിയില്ല. പിന്നെ പൂരിയുണ്ട്, അത് ഉണ്ടാക്കണം. ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ മറ്റേ റെഡിമെയ്ഡ് പാക്കറ്റാണ്, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതും ചായയും. അപ്പോൾ അതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഫസ്റ്റ് ആ പണി നോക്കാം. അപ്പോൾ ഇത് കറിയാണ് കേട്ടോ. അപ്പോൾ കറി ഞാൻ ഉരുളക്കിഴങ്ങ് കറി ഇന്നലെ തന്നെ മസാലക്കറി ആക്കിയതുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ചൂടാക്കിയാൽ മാത്രം മതി, കറി ആയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ മേടിക്കുന്ന പൂരിയുടെ ഒരു പാക്കറ്റ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓയിലൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിനെ വേണമെങ്കിൽ ചപ്പാത്തി വെക്കാം, രണ്ടും ആക്കാൻ പറ്റുന്നതാണത്. പക്ഷെ എന്തായാലും ഇന്ന് പൂരി കഴിക്കാനുള്ള മൂഡായതുകൊണ്ട് നമുക്ക് അങ്ങനെ ആക്കാം. അന്നയോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവരെയൊക്കെ റെഡിയാക്കി. അങ്ങനെ ഞാനും റെഡിയായി. അങ്ങനെ നമ്മളെല്ലാവരും റെഡിയായിട്ട് ഇനി നമ്മൾ ഇറങ്ങാനായിട്ട് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ അവരുടെ കളിയും ബഹളങ്ങളൊക്കെയാണ് അതിൻ്റെ ഇടയിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം അത്യാവശ്യം കുറച്ചൊരു ദൂരമുണ്ട്, ഒരു 1 hour അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് നമ്മളുടെ ലൊക്കേഷനിലേക്ക് എത്തി. അൽസംഹ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രീൻ ഹൗസാണ് അവിടെ കേട്ടോ. അപ്പോൾ ഈ കാണാനായാലും അതിൻ്റെ പുറത്തുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഫുള്ള് ചെടികളും മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്, നല്ല പച്ചപ്പുണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ. പിന്നെ ഫ്രീ എൻട്രി ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ എന്തായാലും വിസിറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അബുദാബിയിലും ദുബായിലും രണ്ടും ഏകദേശം ഒരു ഈക്വൽ ഡിസ്റ്റൻസിലുള്ള ഒരു പ്ലേസ് ആണ്. അപ്പോൾ എന്തായാലും എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. ശരിക്കും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പറമ്പിലൂടെയും അങ്ങനെയൊക്കെ നടക്കുന്നൊരു ഫീലാണ് നമുക്ക് അവിടെ എത്തിയപ്പോൾ തോന്നിയത്. അതുപോലെ തന്നെ മണ്ണും അതുപോലെ വാഴ കൃഷിയാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇവിടെ UAE ഇതുപോലെ വാഴ ഇങ്ങനെ ഞാനിവിടെ കണ്ടിട്ടൊന്നുമില്ല. ശരിക്കൊരു നാട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ AC ആയതുകൊണ്ട് തന്നെ നമുക്ക് ചൂടൊന്നുമില്ല, നല്ല റിലാക്സ് ചെയ്തിട്ട് പതുക്കെ നടന്ന് കണ്ടാൽ മതി. ഇനി ഡേ ടൈം മാത്രമല്ല, ഒരു നൈറ്റ് ആയാലും ഒരു 11 o'clock വരെ ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയൊരു വാട്ടർഫോൾ പോലെയൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 1 hour നമ്മളവിടെ നടന്ന് കണ്ടിട്ട് പിന്നെ ഒരു ഉച്ച സമയമായിട്ടോ. അപ്പോൾ പിള്ളേർ അപ്പോഴേക്കും വാശിയും ബഹളമൊക്കെ തുടങ്ങി. ഫുഡ് വേണം, അതൊന്നുമല്ല, പ്രത്യേകിച്ച് അവർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ പുറത്തുനിന്ന് അവിടെ നിന്നെങ്കിലും കഴിക്കണം എന്നുള്ള ഒരു വാശിയാണ്. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെയാണ് ഒരു മാള് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കയറി കഴിക്കാമെന്ന് നമ്മൾ വിചാരിച്ചു. അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ വിചാരിച്ചു. അങ്ങനെ പിള്ളേർക്ക് മക്ഡീന്ന് ഓർഡർ ചെയ്തു. നമ്മൾ കുറച്ച് ചെറുതായിട്ട് KFC അങ്ങനെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കഴിച്ചു. പിന്നെ അവർക്ക് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസമാവില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മാളിൻ്റെ ബേസ്മെൻറ്റിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കാർ മ്യൂസിയത്തിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ചെറുതെന്നല്ല, അത്യാവശ്യം കുറേ കാറുകളൊക്കെ ഉണ്ട്. ഒരു ചെറിയൊരു മ്യൂസിയം പോലെ കാറല്ലാതെയും കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ നടന്ന് കാണാമായിരുന്നു. ഇതൊക്കെ ഫ്രീ എൻട്രിങ് ആണ് കേട്ടോ, വേറെ ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് വേറൊരു വീഡിയോയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്താണെന്ന് വെറുതെ പോയി നോക്കിയതായിരുന്നു. പിന്നെ എന്തായാലും ഒരു മോള് വരെ വന്നതല്ല, അപ്പോൾ വേറെയും വെറുതെ ഷോപ്പിലൊക്കെ കയറി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എല്ലായിടത്തും ക്രിസ്മസിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ. താറാവൊക്കെ കരയണ സൗണ്ട് പോലെ ഉണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമ്മൾ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് വരുമ്പോൾ അവിടെ കണ്ടതാണ് ഇതുപോലെ കുഞ്ഞു അക്വേറിയം. ഫിഷ് മാത്രമല്ല, അതുപോലെ തന്നെ
ചെറിയ ചെറിയ ബേർഡ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അവർ നോക്കായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു 3 o'clock ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 1 hour ഇനി നമ്മുടെ വീട്ടിലേക്കുള്ള സമയം എടുക്കുക. അങ്ങനെ നമ്മളൊരു 4 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തിയിട്ടോ. ഹലോ, അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് തിരിച്ചെത്തിയിട്ടോ. നമ്മൾ വീട്ടിലോട്ട് എത്തി. അപ്പോൾ പുറത്തേക്ക് പോകുമ്പോഴുള്ള സന്തോഷം വീട്ടിൽ വരുമ്പോൾ ഉണ്ടാവില്ലല്ലോ. പോകുന്ന സമയത്ത് പോകുന്നതിൻ്റെയും വേറെ സ്ഥലത്തേക്ക് പുറത്തേക്ക് ഇറങ്ങാലോ എന്നുള്ള സന്തോഷമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ വീടെത്തി കഴിയുമ്പോൾ ആകെ ഒരു ക്ഷീണവും ആവശ്യതയും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മളെത്തിയപ്പോൾ 4 മണിക്ക് ആയി. അവിടെ ഫുഡൊക്കെ കഴിച്ചു വന്നതിന് പിന്നെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. സാധാരണ ഉറങ്ങാറില്ല, പക്ഷെ എന്നാലും പുറത്തൊക്കെ പോയി വന്നതിൻ്റെയും ചൂടിൻ്റെയും നമ്മൾ ഉറങ്ങിയില്ലെങ്കിലും അവരെങ്കിലും പിടിച്ചുറക്കണം. അവർ ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ രാത്രിയിൽ ഉറക്കമൊക്കെ ആകെ ടൈമിങ് മാറിപ്പോവും. ഇപ്പോൾ ഉറങ്ങിയാൽ രാത്രിയിൽ ശരിക്കും സമയത്തിന് ഉറങ്ങുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഉറങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ രാത്രി പെട്ടെന്ന് ഉറങ്ങുമല്ലോ. പിന്നെ ഉറക്കത്തിൻ്റെ ആ ഒരു ടൈമിങ്ങൊക്കെ ആകെ മാറിപ്പോകും. അപ്പം അതുകൊണ്ട് വീടെത്തി. ഇനി പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഈവനിങ് നമ്മൾ പള്ളിയിലോട്ട് പോകട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്ന് 8 മണിക്ക് 8:15 എൻ്റെ സമയം. അത് തന്നെയായിരിക്കും. ഇനി വേറെ പ്രത്യേകിച്ച് ഇതുകളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇനി അവരെ പിടിച്ചുറക്കി കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയം. എന്തിനാ നീ ഓടണേ? ഇവിടെ മാംഗോ ജ്യൂസ് ഫുൾ ഉണ്ട്. എവിടെയുണ്ട്? ഇവിടെ അവിടെയൊന്നും ഇല്ലേ ജ്യൂസ്? ഇവിടെ സാരില്ല കേട്ടോ. അവിടെ പോയി റെസ്റ്റ് എടുക്ക് കുറച്ച് നേരം. ഹലോ, അപ്പോൾ ഉച്ചയിലത്തെ ചെറിയൊരു ഉറക്കവും അതൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ചായയൊക്കെ കുടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ പള്ളിയിൽ പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ പള്ളിയിലേക്ക് ഇപ്പോൾ ഒരു 7:30 ആയി. അപ്പോൾ ഇനി നമ്മൾ പള്ളിയിലേക്ക് പോകണം. അപ്പം രണ്ടാളും റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ബഹളം കാരണം ബെഡ്റൂമിൽ കയറി ഡോർ അടച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ മൈക്കൊന്നും ഇല്ലാത്ത കാരണം വോയിസ് ഭയങ്കര കുറവാണ്. അപ്പോൾ ഇവരുടെ ഈ ബഹളം കൂടി ആയി കഴിഞ്ഞാൽ ഒന്നും കേൾക്കാത്തതുകൊണ്ടാണ്. അപ്പോൾ 7:30 ആയി. കുറച്ച് നേരത്തിനുള്ളിൽ നമ്മൾ ഇറങ്ങും. പിന്നെ കുറച്ച് തിരക്കുണ്ടാവും, അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങുന്നത്. 8:15 സമയം. പക്ഷെ എങ്കിലും നമ്മൾ കുറച്ച് നേരത്തെ എത്തിയില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പാർക്കിങ്ങിനും അതുപോലെ അകത്തായാലും സ്ഥലം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങുന്നത്. അപ്പോൾ ഇനി നമ്മൾ പള്ളിയിലേക്ക് ഇറങ്ങാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും റെഡി ആവലൊക്കെ കഴിഞ്ഞു. പള്ളിയിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നേരത്തെ ഇറങ്ങേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കുറച്ച് നേരത്തെ എത്തിയാലേ നമുക്ക് അവിടെ പാർക്കിംഗ് ഒക്കെ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി നേരത്തെ ഇറങ്ങുന്നത് കേട്ടോ. വീക്കെൻഡ് ആയതിൻ്റെ കുറച്ച് ട്രാഫിക്കും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നേരത്തെ ഇറങ്ങിയത് നന്നായി. പിന്നെ ഇതാ പോകുന്ന വഴിക്ക് പൈനാപ്പിൾ ബിൽഡിംഗ് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നാഷണൽ ഡേ ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫ്ലാഗിൻ്റെ ആ ഒരു കളർ തീം ആയതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു ലൈറ്റൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട്. ഹലോ, അപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് വ്ളോഗ് എൻഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. ഇന്നായപ്പോഴേക്കും ചെറിയൊരു കോൾഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ഇതിലേക്കായിട്ടോ. അപ്പോൾ ഇന്നലത്തെ ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ അത് എൻഡ് ചെയ്യാനായിട്ട് മറന്നുപോയി. അതുകൊണ്ടാണ് നെക്സ്റ്റ് ഡേ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന സ്ഥലത്തിനെ കുറിച്ചിട്ടും അങ്ങനെ ഞങ്ങളുടെ ഒരു കുഞ്ഞൊരു ഡേ നമ്മളെങ്ങനെ സ്പെൻഡ് ചെയ്തതിനുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.